ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ടാകുമാർ ജൂലി എന്ന ബംഗാളി മിസ്റ്ററി ത്രില്ലർ സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കറിയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കിടക്കാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ബംഗാളി ആചാരപ്രകാരം മനോഹരമായ ഒരു കല്യാണം നടക്കുകയാണ്. ബിന്ദു എന്ന പേരുള്ള ഒരു പെൺകുട്ടിക്കാണ് കല്യാണം. അവൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് മുഖം വെറ്റില കൊണ്ട് മറച്ചിട്ടാണ് മണ്ഡപത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ബിന്ദുവിന്റെ വീട്ടിലെ ബന്ധുക്കളായ പുരുഷന്മാരാണ് അവളെ എടുത്തുകൊണ്ട് വരുന്നത്. മണ്ഡപത്തിലെത്തിയതും വെറ്റില മാറ്റി വരന്റെ മുഖം നോക്കിയ ഉടനെ അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നുകയും അവിടെ തന്നെ വീഴുകയും ചെയ്യാണ്. അങ്ങനെ വീണതിൽ തലയ്ക്ക് പരിക്കേറ്റ് അവൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഒരു ഇൻസ്പെക്ടർ നിൽക്കുന്നുണ്ട്. ആ ഇൻസ്പെക്ടറെ കാണാൻ ഒരു മുത്തശ്ശി വന്നിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ സിനിമയിലെ നായിക. ആ മുത്തശ്ശി തന്റെ കൊച്ചുമകളായ ശുഭ എന്ന പെൺകുട്ടിയെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്താ മുത്തശ്ശി, എന്താ പ്രശ്നം എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ഹരിയെ കൊന്നു കളഞ്ഞു സാർ എന്നവര് പറയുന്നു. ഹരിയോ? എന്താ പറയുന്നത് മുത്തശ്ശി? എങ്ങനെ? എപ്പോഴത്തെയും പോലെ നന്നായി ഭക്ഷണം കഴിച്ച് വീട്ടിൽ തന്നെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് തല ഇറങ്ങി വീണ് ദാരുണമായി മരിച്ചുപോയി സാർ. അവന്റെ കൂടെ ജനിച്ച സഹോദരങ്ങളൊക്കെ വീട്ടിലിരുന്ന് കരയാണ്. സാറ് തന്നെ വേണം ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിച്ച് തരാൻ എന്നവർ ആവശ്യപ്പെടുകയാണ്. ഹരിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിക്കുമ്പോൾ അവനെ ഒരു അനാഥാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയുന്നു. കാണാൻ എങ്ങനെയുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ വെള്ളയും കറുപ്പും കലർന്ന നിറമാണെന്ന് പറയുന്നത് കേട്ട് പോലീസിനും ഒന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് കൊച്ചുമകൾ ശുഭ പറയുന്നത്, എൻ്റെ മുത്തശ്ശി വളർത്തുന്ന പൂച്ചയുടെ പേരാണ് ഹരി. അതിനെയാണ് ആരോ ഇങ്ങനെ ചെയ്തത്. ഇത് കേട്ട് പോലീസും ഞെട്ടിപ്പോവാണ്. അതെന്താ സാർ, കേസെടുക്ക്, അതും ഒരു ജീവനല്ലേ എന്ന് മുത്തശ്ശി പറയാണ്. എൻ്റെ പൂച്ചയുടെ അരികിൽ നിന്ന് ഒരു കത്തും കിട്ടിയിരുന്നു. അതിൽ അനാവശ്യ കാര്യങ്ങളിൽ തലയിടരുത്, ഇല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ വലിയച്ഛൻ്റെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും ഈ പണി ചെയ്തതെന്ന്. നമുക്ക് അവരെ പോയി ചോദ്യം ചെയ്യാം എന്ന് ഇൻസ്പെക്ടറോട് അവർ പറയാണ്. ആരാണ് ആ വലിയച്ഛൻ? എന്തിനാണ് ഇവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അവിടെ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം ഒരു ദിവസം പിന്നിലേക്ക് പോയി കഥയിൽ കാണിക്കുകയാണ്. അതായത് ഓപ്പണിംഗ് സീനിൽ പറഞ്ഞതുപോലെ ബിന്ദുവിന്റെ കല്യാണം നടക്കുമ്പോൾ മണ്ഡപത്തിൽ വെച്ച് അവൾ തല ഇറങ്ങി വീണ് മരിച്ചില്ലേ? ആ സംഭവം നടക്കുമ്പോൾ ആ കല്യാണത്തിൽ ഈ മുത്തശ്ശിയും കൊച്ചുമകളും പങ്കെടുത്തിരുന്നു. ഈ മുത്തശ്ശിയുടെ കൊച്ചുമകൾ ശുഭയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആ ബിന്ദു. ശുഭയും ബിന്ദുവും ലണ്ടനിലാണ് പഠിച്ചത്. അങ്ങനെ കൺമുന്നിൽ വെച്ച് തന്റെ സുഹൃത്ത് തല ഇറങ്ങി വീണ് മരിക്കുന്നത് കണ്ട് ശുഭ തകർന്നു പോകുന്നു. ഇതും മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട്. സംഭവം നടന്ന അന്ന് ബിന്ദുവിന്റെ വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ, അമ്മ, അവിടെയുള്ള അമ്മായി അടക്കം എല്ലാവരും തകർന്നു പോയിരുന്നു. അപ്പോഴാണ് ഈ മുത്തശ്ശി ഇടപെട്ട് മണ്ഡപത്തിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യാദൃശികമായി സംഭവിച്ചതാവില്ല, ഉറപ്പായും ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാകാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉടനെ പോലീസിനെ വിളിക്കണം, ഈ കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ പറയും, അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയേക്കാം എന്ന് അവർ ഉപദേശിക്കുന്നു. എന്നാൽ ബിന്ദുവിന്റെ വീട്ടിലുള്ള ബന്ധുക്കൾ അതൊന്നും വേണ്ട, ഞങ്ങളുടെ കുട്ടി ഇങ്ങനെ കാണുന്നത് തന്നെ സങ്കടമാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. എന്നാൽ പോലീസ് വന്ന് ബിന്ദുവിന്റെ മൃതദേഹം പരിശോധിക്കാനായി കൊണ്ടുപോകുന്നു. അങ്ങനെ കല്യാണ വീട്ടിൽ വന്ന് ഈ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ വീട്ടിലുള്ള ബിന്ദുവിന്റെ ബന്ധുക്കൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്താനായിരിക്കാം എൻ്റെ പൂച്ചയെ എങ്ങനെ ചെയ്തത് എന്ന് കരുതിയിട്ടാണ് അവർ പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെ പരാതി നൽകിയ ശേഷം മുത്തശ്ശിയും കൊച്ചുമകളും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ അതേ നാട്ടിലുള്ള ഒരു പഴയ പേപ്പർ കച്ചവടക്കാരൻ അവരെ പിന്തുടർന്ന് വരികയാണ്. എന്തിനാണ് ഞങ്ങളെ പിന്തുടരുന്നത്? നിനക്കെന്താ വേണ്ടത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതെ അമ്മേ, ഒരു ചെറിയ കാര്യം, നിങ്ങളുടെ കയ്യിൽ ഈ ഡയറി തരാൻ വന്നതാണ് എന്നവൻ പറയാണ്. എന്ത് ഡയറി എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് മരിച്ചുപോയ ബിന്ദുവിന്റെ ഡയറിയാണത് എന്നവൻ പറയാണ്. വലിയച്ഛന്റെ വീട്ടിലുള്ള പഴയ പേപ്പറുകളൊക്കെ കടയിൽ കൊടുത്തപ്പോൾ ഈ ഡയറിയും അതിൽ പെട്ടുപോയതാണ്. നിങ്ങളാണല്ലോ വലിയച്ഛന്റെ വീട്ടിൽ ബിന്ദു മരിച്ച കേസ് പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ഈ ഡയറി നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ പോവാണ്. അവൾ ജീവിച്ചിരുന്ന സമയത്ത് ആ ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ വലിയച്ഛന്റെ വീടാണ് കാണിക്കുന്നത്. വധുവായ ബിന്ദുവിന്റെ വലിയച്ഛനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ നമുക്ക് വലിയച്ഛൻ എന്ന് തന്നെ വിളിക്കാം. ആ കുടുംബത്തെ നയിക്കുന്നത് ഇദ്ദേഹമാണ്. ഇത് വലിയച്ഛന്റെ ഭാര്യ. ഇവരെ നമുക്ക് വല്യമ്മ എന്ന് വിളിക്കാം. ഇത് ബിന്ദുവിന്റെ അച്ഛൻ, ഇത് ബിന്ദുവിന്റെ അമ്മ. പാവം, മകൾ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് അവർ. ഇത് ബിന്ദുവിന്റെ അമ്മായി, അതായത് ആ വല്യച്ഛന്റെ പെങ്ങൾ. ഇവരുടെ പേരാണ് കല്യാണി. ആ കല്യാണി ഭർത്താവ് മരിച്ചതിന് ശേഷം മകനോടൊപ്പം ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കല്യാണിയുടെ മകൻ ഒരു ലഹരിക്ക് അടിമയാണ്. ഇവർക്ക് എല്ലാവർക്കും പുറമെ ആ വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, അത് വല്യച്ഛൻ്റെ അമ്മയാണ്. പിന്നെ 3 ജോലിക്കാരും ഉണ്ട്. അപ്പോൾ ആളുകളെയൊക്കെ മനസ്സിലാക്കി വെച്ചില്ലേ? നമുക്ക് വീണ്ടും കഥയിലേക്ക് പോവാം. ഇപ്പോൾ പ്രസന്റിൽ ആ വല്യച്ഛനെ കാണാൻ അദ്ദേഹത്തിന്റെ PA വന്നിട്ടുണ്ട്. വല്യച്ഛനും PAയും തമ്മിൽ അവിടെ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. PA വല്യച്ഛനോട്, ഇനിയും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങളുടെ എല്ലാ സത്യങ്ങളും ഞാൻ പുറത്തു പറയും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ സമയത്താണ് മുത്തശ്ശിയുടെ കൊച്ചുമകൾ ശുഭ അവിടേക്ക് വരുന്നത്. എന്താ അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എന്താ എന്ന് അയാൾ പറയാണ്.
അപ്പോൾ മുത്തശ്ശിയും ആ റൂമിലേക്ക് വരാണ്. അറിയാതെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ബാഗ് താഴെ വീഴുന്നു. വലിയച്ഛനാണ് അത് എടുത്തു കൊടുക്കുന്നത്. ശരി, എന്തിനായിപ്പോ ഈ മുത്തശ്ശിയും കൊച്ചുമകളും ആ വീട്ടിലേക്ക് വന്നതെന്നല്ലേ? ബിന്ദു മരിച്ചതിന്റെ ഞെട്ടലിൽ ബിന്ദുവിന്റെ അമ്മ തല കറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് നാട്ടുകാരെന്ന നിലയിൽ ഇവർ വന്നത്. ഇപ്പൊ ബിന്ദുവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെയുണ്ട്. ബിന്ദുവിന്റെ അച്ഛനും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയത് എന്നയാൾ പറയുന്നു. എന്റെ മകൾ ബിന്ദു വെറുതെ തലകറങ്ങി വീണ് മരിച്ചതല്ല, അവൾക്ക് നേരത്തെ തന്നെ ആരോ വിഷം നൽകിയിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ വിഷം ഉണ്ടായിരുന്നു എന്നയാൾ പറയുന്നു. ഇത് കേട്ട് വലിയച്ഛനും ഭാര്യ വല്യമ്മയും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഞെട്ടിപ്പോവാണ്. മുത്തശ്ശിയാകട്ടെ താൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് കരുതി ചിരിക്കുകയാണ്. കട്ട് ചെയ്താൽ മറുഭാഗത്ത് ആ വല്യച്ഛന്റെ പിയെ വല്യച്ഛനുമായി വഴക്കിട്ട് വീട്ടിലേക്ക് പോവാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ ഛർദ്ദിച്ച് അവിടെ തന്നെ അയാൾ തല കറങ്ങി വീഴുന്നു. അതെ, ഇപ്പോൾ ആ പിയെയും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വല്യച്ഛന്റെ വീട്ടിലേക്ക് പരിശോധനയൊക്കെ കഴിഞ്ഞ് ബിന്ദുവിന്റെ മൃതദേഹം കൊണ്ടുവരുന്നു. അവരും ചില ചടങ്ങുകളൊക്കെ ചെയ്ത് അവളെ അടക്കം ചെയ്യുന്നു. ഇതെല്ലാം അവിടെ വന്ന ഒരു ജേർണലിസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ ആ പോലീസ് ഇൻസ്പെക്ടറും അവിടെ വന്നിട്ടുണ്ട്. അയാൾ ശുഭയെ കാണുകയാണ്. ശുഭ, ഇങ്ങോട്ടേക്ക് വാ, നിന്റെ മുത്തശ്ശിയുടെ നമ്പർ എനിക്ക് തരാമോ? കാരണം നിങ്ങളുടെ മുത്തശ്ശിയാണല്ലോ സംശയം തോന്നി പരിശോധിക്കാൻ പറഞ്ഞത്. അങ്ങനെ അവരുടെ അടുത്ത് വന്ന് സൂചനകൾ വാങ്ങി ഈ കേസ് ഞാൻ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ മുത്തശ്ശിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. മറുവശത്ത് നമ്മുടെ ശുഭയുണ്ടല്ലോ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അടക്കം ചെയ്ത ശേഷം ആ കുടുംബത്തിലുള്ളവർ ഒരുമിച്ചിരുന്ന് കരയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതേ കുടുംബത്തിലുള്ള കല്യാണി എന്ന് പറയുന്ന വല്യച്ഛന്റെ പെങ്ങളുണ്ടല്ലോ, അവരുടെ മകൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് ലഹരിക്ക് അടിമയാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അവൻ. നമ്മുടെ കുടുംബത്തിലുള്ള ആരോ ആണ് ചതി ചെയ്ത് ബിന്ദുവിനെ കൊന്നത്. ബിന്ദുവിന് നീതി കിട്ടുന്നവരെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ അവൻ വിളിച്ചു പറയാണ്. ഇതും ശുഭ ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്. ഇവിടെ മുത്തശ്ശി ബിന്ദുവിന്റെ ഡയറി വായിക്കുകയാണ്. ബിന്ദു എപ്പോഴാണോ ലണ്ടനിൽ നിന്ന് വന്നത് അന്ന് മുതൽ വീട്ടിൽ ഒരേ പ്രശ്നമാണ്. കാരണം ഇത്രയും വലിയ സ്വത്ത് ആർക്കുള്ളതാണ് എന്നതിനെ ചൊല്ലി ഒരുപാട് കാലമായിട്ട് ആ കുടുംബത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബിന്ദു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഓരോ ദിവസവും ഈ പ്രശ്നം കാരണം വലിയ വിഷമത്തിലായിരുന്നു. അടുത്ത ദിവസം ഈ ഇൻസ്പെക്ടർ വലിയച്ഛന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി സഹായത്തിന് മുത്തശ്ശിയെയും കൊച്ചുമകൾ ശുഭയെയും അദ്ദേഹം അവിടേക്ക് വിളിക്കുകയാണ്. ആ വീട്ടിലുള്ള എല്ലാവരെയും മുത്തശ്ശി ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യം ബിന്ദുവിനെ വിവാഹം കഴിക്കാൻ വന്ന പയ്യനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ആ പയ്യനെ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ കാലിൽ ചില വ്രണങ്ങളുള്ളതായി മുത്തശ്ശി കാണുന്നു. അടുത്തതായി ബിന്ദുവിന്റെ അച്ഛനെ ചോദ്യം ചെയ്യുമ്പോൾ ലണ്ടനിൽ പഠിച്ച എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ അവൾക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എങ്ങനെയായാലും കുറ്റവാളിയെ പിടിച്ചു തരണം എന്നയാൾ പറയുന്നു. അതും മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വലിയച്ഛനെ വിളിച്ച് ചോദ്യം ചെയ്യാണ്. സ്വത്തുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ബാധിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ബിന്ദുവിനെ ഒരു നല്ല പയ്യന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഭാര്യ വല്യമ്മയും പറയുന്നത്. അന്വേഷണം കഴിഞ്ഞതും മുത്തശ്ശിയും കൊച്ചുമകളും വീട്ടിലേക്ക് മടങ്ങുകയാണ്. വഴിയിൽ വെച്ച് അവരുടെ വീട്ടിലെ വേലക്കാരി വരികയാണ്. ഇത് വലിയച്ഛന്റെ വീട്ടിലെ വേലക്കാരിയല്ല, മുത്തശ്ശിയുടെ വേലക്കാരിയാണ്. എന്താ ജോലിക്ക് വരാൻ ഇത്ര വൈകിയത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുമ്പോൾ വഴിയിൽ വെച്ച് ആ പഴയ പേപ്പർ കച്ചവടക്കാരൻ പെട്ടെന്ന് മരിച്ചു പോയെന്നും അവന്റെ വീടിന്റെ അടുത്ത് വലിയ കൂട്ടമായെന്നും അതാണ് വൈകിയതെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് മുത്തശ്ശിക്ക് വലിയ ഞെട്ടലാവുന്നു. കാരണം ഈ പേപ്പർ കച്ചവടക്കാരനല്ലേ ബിന്ദുവിന്റെ ഡയറി ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നവർക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം ഇൻസ്പെക്ടറെ കണ്ട് മുത്തശ്ശി പറയുന്നു, ഈ പേപ്പർ കച്ചവടക്കാരൻ മരിച്ചതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കുറച്ചു ദിവസം മുമ്പ് അവനാണ് എന്റെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡയറി തന്നത്. അത് മുഴുവനും ആ വധുവായ ബിന്ദുവിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അവൾ എഴുതിയ ഡയറി. അതുകൊണ്ട് ഈ കേസ് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കണം. മറ്റൊരു വശത്ത് കല്യാണം നടന്ന സമയത്ത് ആ കാറ്ററിംഗ് കോൺട്രാക്ട് എടുത്തവരെ കാണിക്കുകയാണ്. കല്യാണം മുടങ്ങിയതുകൊണ്ട് അവരൊരുക്കി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോവാണ്. അതിൽ ഒരു ഐസ് പെട്ടിയും അവരെടുത്തുകൊണ്ട് പോവാണ്. ഇപ്പൊ മുത്തശ്ശി ആക്രി കച്ചവടക്കാരന്റെ കടയിലേക്ക് വരുന്നു. അവിടെ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കോഫി ഗ്ലാസ് ഇരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവൻ കോഫി കുടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോഫിയിൽ എന്തെങ്കിലും കടത്തി കൊടുത്തതാകാം എന്ന് അവർ ചിന്തിക്കുകയാണ്. ഇതിനിടയിൽ വലിയച്ഛന്റെ വീട്ടിൽ നിന്നും വന്ന പഴയ പേപ്പറുകൾക്കിടയിൽ ഒരു ഫയൽ ഇരിക്കുന്നത് മുത്തശ്ശി കാണുന്നു. ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ വലിയച്ഛൻ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതായി കാണുന്നു. അതായത് ചില അഴിമതികളൊക്കെ. ഇതും മുത്തശ്ശി മനസ്സിലാക്കി വെക്കുകയാണ്. പോലീസ് ഇൻസ്പെക്ടർ വലിയച്ഛന്റെ വീട്ടിലെ എല്ലാവരെയും ചോദ്യം ചെയ്തതുകൊണ്ട് ഇനി ജോലിക്കാരെ ചോദ്യം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആ വീട്ടിൽ 3 ജോലിക്കാരുണ്ട്. ആദ്യം സന്ധ്യ എന്ന പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം സരോജ എന്ന വേലക്കാരിയെ വിളിച്ച് ചോദിക്കുന്നു. സരോജ ഭർത്താവുമൊത്താണ് ആ വീട്ടിൽ ജോലി ചെയ്യുന്നത്. മാത്രമല്ല സരോജയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അവളുടെ ഭർത്താവും പറയുന്നുണ്ട്, സ്വത്തിന്റെ കാര്യത്തിൽ ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട്. അതിനപ്പുറം ഞങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. ഇപ്പൊ മുത്തശ്ശിയും കൊച്ചുമകൾ ശുഭയും പല ചോദ്യങ്ങളോടെ വീടിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്.
അങ്ങനെ പോകുന്ന വഴിയിൽ അവർ 2 കമ്മിതാക്കളെ കാണുന്നു. അതിലെ പയ്യനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അത് സുരേഷ് ആണെന്ന് മനസ്സിലാകുന്നത്. അതാരാണെന്ന് വെച്ചാൽ ബിന്ദുവിനെ വിവാഹം കഴിക്കാൻ വന്ന അതേ പയ്യൻ. ഇവർക്കും വലിയ ഞെട്ടലാവുന്നുണ്ട്. എന്താണിത്, കല്യാണം മുടങ്ങി ബിന്ദു മരിച്ചിട്ട് 4-5 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ ഈ പയ്യൻ വേറൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടോ? എന്തോ ഒരു തകരാറുണ്ടല്ലോ. ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബുർഗ ധരിച്ച ഒരാൾ വന്ന് കൊച്ചുമകളുടെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് മുത്തശ്ശി തന്റെ കയ്യിലുള്ള ഇരുമ്പ് വടി കൊണ്ട് അയാളെ അടിക്കുന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു മോതിരമുള്ളതായി അവർ ശ്രദ്ധിക്കുന്നു. അടിയേറ്റതുകൊണ്ട് അയാൾ ബാഗ് എടുക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. മുത്തശ്ശി വീട്ടിലെത്തിയ ശേഷം കൊച്ചുമകളുടെ ബാഗിൽ ഒരു കത്തുള്ളതായി കാണുന്നു. നീ അനാവശ്യമായി ഈ കേസിൽ തലയിടുകയാണ്, ഇനി ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്ന് വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തുന്ന കത്തായിരുന്നു അത്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് ഒരു കുലുക്കവുമില്ല. ഇപ്പോൾ വലിയച്ഛന്റെ പെങ്ങൾ കല്യാണിയെ കാണിക്കുകയാണ്. അവർ തങ്ങളുടെ റൂമിലേക്ക് വരികയാണ്. അവർക്ക് എപ്പോഴും ലഹരിയിലായിരിക്കുന്ന ഒരു മകനുണ്ടല്ലോ, അവൻ വളരെ മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് ചില കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കാണിക്കുകയാണ്. അവിടെ ഒരു ഐസ് ബോക്സ് ഇരിപ്പുണ്ട്. ആ കുട്ടികൾ അത് തുറന്നു നോക്കുകയാണ്. അതിനകത്ത് ഒരു മൃതദേഹമുണ്ട്. അത് മറ്റാരുടേതും അല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച ആ വലിയച്ഛന്റെ പിയുടെ മൃതദേഹമാണ്. ഇപ്പോൾ ബിന്ദു മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞുള്ള അടിയന്തര ചടങ്ങുകൾ നടക്കുകയാണ്. ആ ചടങ്ങിൽ കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുക്കുന്നു. അവിടെ മുത്തശ്ശിയും കൊച്ചുമകളും വന്നിരുന്ന് എല്ലാവരുടെയും മുഖം സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇതിൽ നിന്നും മുത്തശ്ശി ഒരു കാര്യം കണ്ടുപിടിച്ച് കൊച്ചുമകളോട് പറയാണ്, എനിക്ക് ആ വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന പയ്യനില്ലേ, അവന്റെ മേലാണ് സംശയം. ഒരുപക്ഷെ അവൻ എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമോ മറ്റോ ഉണ്ടായിട്ട് അവനായിരിക്കാം ബിന്ദുവിനെ കൊന്നത് എന്നൊക്കെ അവർ ചില ഊഹങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇൻസ്പെക്ടർക്കും ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ഐസ് ബോക്സിൽ മൃതദേഹം കണ്ടെത്തിയ വിവരം ലഭിക്കുകയാണ്. പോലീസ് അവിടെ എത്തി പിയുടെ ബോഡി വീണ്ടെടുക്കുകയാണ്. ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ കല്യാണത്തിന്റെ കാറ്ററിംഗ് കോൺട്രാക്ട് എടുത്തയാളെ വിളിച്ചു വരുത്തുന്നു. എടോ, കല്യാണത്തിന് ഐസ്ക്രീം കൊണ്ടുവന്ന പെട്ടിയിലാണല്ലോ ഇപ്പൊ പിയുടെ ബോഡി കിട്ടിയിരിക്കുന്നത്, മര്യാദയ്ക്ക് സത്യം പറ, നിങ്ങളാണോ ഇതൊക്കെ പ്ലാൻ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ആ കാറ്ററിംഗുകാരൻ പേടിച്ച് കരയാണ്. അയ്യോ സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല, കല്യാണ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാൻ ഞാൻ ആൾക്കാരെ വിട്ടിരുന്നു, അവർ വന്നപ്പോൾ ഒരു ഐസ് ബോക്സ് മാത്രം കാണാനില്ല എന്ന് പറഞ്ഞു, അതാണിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിട്ടിയത്, എന്നെ വെറുതെ വിടണം സാർ എന്നയാൾ കെഞ്ചാണ്. ഇത് മുത്തശ്ശിയും കാണുന്നുണ്ട്. പോലീസിനോട് അവർ പറയുന്നുണ്ട്, എന്തിനാ അനാവശ്യമായി ഈ പാവത്തിനെ ഭീഷണിപ്പെടുത്തുന്നത്, ഇയാൾ പറയുന്നത് സത്യമാണ്, ഇയാളെ വിട്ടേക്ക്. ഇപ്പൊ മുത്തശ്ശി കൊച്ചുമകളോട് താൻ കണ്ടുപിടിച്ച ചില സൂചനകൾ പറയുന്നു. ആദ്യ സംഭവമായ ബിന്ദുവിന്റെ മരണം നടന്നത് അവളുടെ വീട്ടിലാണ്. അവിടെ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. രണ്ടാമത് മരിച്ച പേപ്പർ കച്ചവടക്കാരന്റെ കടയിലും കൃഷ്ണന്റെ ചില ശ്ലോകങ്ങൾ എഴുതി വെച്ചിരുന്നു. മൂന്നാമതായി പിയുടെ ബോഡി കിട്ടിയത് ഒരു കൃഷ്ണക്ഷേത്രത്തിന്റെ പുറകിലാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃഷ്ണനും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ വല്യച്ഛന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ കല്യാണിയും വല്യമ്മയും കൂടി ആ ലഹരിക്കാരനായ പയ്യന്റെ റൂമിലെ വാതിൽ മുട്ടുകയാണ്. എന്നാൽ അവൻ വാതിൽ തുറക്കുന്നില്ല. എന്താണ് ഇത്ര നേരം മുട്ടിയിട്ട് തുറക്കാത്തത് എന്ന് പറഞ്ഞ് വാതിൽ തകർത്ത് അവരകത്ത് കയറുന്നു. അവൻ ബെഡിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. എന്താണ് പറ്റിയതെന്ന് നോക്കുമ്പോൾ അവൻ ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാവുന്നു. അവന്റെ അമ്മ കല്യാണിയും വല്യമ്മയും തകർന്നു പോയിട്ട് പൊട്ടിക്കരയാണ്. സംഭവ സ്ഥലത്തേക്ക് വീണ്ടും ഇൻസ്പെക്ടർ വരുന്നു. എന്താണത്, ഇങ്ങനെ തുടർച്ചയായി ഈ വീട്ടിൽ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അദ്ദേഹത്തിനും മനസ്സിലാവുന്നില്ല. അപ്പോൾ കല്യാണി പറയാണ്, എനിക്ക് എൻ്റെ ചേട്ടനായ വല്യച്ഛൻ്റെ മേലാണ് സംശയം. അദ്ദേഹത്തിന് വളരെ നാളായി എൻ്റെ മകനെ ഇഷ്ടമല്ല, അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. എന്നാൽ അവർ സങ്കടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കി ബോഡി വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇൻസ്പെക്ടർ മുത്തശ്ശിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വീട്ടിൽ നടന്ന 4ാമത്തെ മരണത്തെക്കുറിച്ച് പറയുന്നു. ബോഡി പരിശോധിച്ചതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. മരിച്ച പയ്യന്റെ ശരീരത്തിലും വിഷമുണ്ടായിരുന്നു. ഇതുവരെ 4 പേര് മരിച്ചു. ആ 4 പേരുടെയും ശരീരത്തിൽ വിഷാംശം ഉണ്ടായിരുന്നു. എന്നാൽ അതെങ്ങനെയാണ് നൽകുന്നത്, ഏത് തരം വിഷമാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ആ സ്ഥലത്ത് നിന്നും ഒരു മയിൽപീലി കിട്ടിയിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ പറയുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ മുത്തശ്ശിക്ക് ഉറപ്പായി 4ാമത്തെ സംഭവത്തിലും കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു സൂചന അവർ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മുത്തശ്ശി അന്വേഷണമൊക്കെ കഴിഞ്ഞ കൊച്ചുമകളോടും ആ ജേർണലിസ്റ്റിനോടൊപ്പം നടന്നു പോവാണ്. അപ്പോൾ മുത്തശ്ശിയെ കൊല്ലാനായി ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ച് ഒരു അജ്ഞാതൻ ബൈക്കിൽ വരാണ്. മുത്തശ്ശിയെ രക്ഷിക്കാനായി ജേർണലിസ്റ്റ് വണ്ടിക്ക് കുറുകെ ചാടുന്നു. അതിൽ അയാൾക്ക് തലയ്ക്ക് പരിക്കേൽക്കുന്നു. അടുത്ത ദിവസം പോലീസ് ഇൻസ്പെക്ടർ മുത്തശ്ശിയെ വിളിച്ചിട്ട് ഒരു പ്രധാന വിവരം പറയാണ്. ഇതുവരെ ആ 4 പേരുടെയും ശരീരത്തിലുണ്ടായിരുന്ന വിഷം ഇതാണ് എന്ന് പറഞ്ഞ് ഓടലം എന്ന വിഷച്ചെടിയുടെ പേര് എഴുതി കൊടുക്കുന്നു. ഹോസ്പിറ്റലിലുള്ള ജേർണലിസ്റ്റിനെ കാണാൻ ശുഭ വരികയാണ്. തന്റെ മുത്തശ്ശിയെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞ് അവരവിടെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. പതുക്കെ അവർക്കിടയിൽ പ്രണയം മുട്ടിടുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ മുത്തശ്ശി പോലീസിന്റെ അനുമതിയോടെ തനിക്ക് സംശയമുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു. ആദ്യം ബിന്ദുവിനെ വിവാഹം കഴിക്കാൻ വന്ന ആ പയ്യന്റെ മേലാണ് സംശയം. അവനെ വിളിച്ച് ചോദിക്കുന്നു, നീ ബിന്ദുവിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വന്നവനല്ലേ, പിന്നെ എന്തിനാണ് അവൾ മരിച്ച 5ാമത്തെ ദിവസം തന്നെ വേറൊരു പെൺകുട്ടിയോടൊപ്പം കറങ്ങി നടന്നത്? ഞാനത് നേരിട്ട് കണ്ടതാണ്, സത്യം പറ. അപ്പോഴാണ് അവൻ പറയുന്നത്, അതെ, എനിക്ക് വേറൊരു പെൺകുട്ടിയുമായി പ്രണയം ഉണ്ടായിരുന്നു. ഇത് വീട്ടിലും അറിയാമായിരുന്നു. എന്നാൽ എനിക്കൊരു രോഗമുണ്ട്, ശരീരത്തിൽ വ്രണങ്ങൾ വരുന്ന ഒരു രോഗം. അതിന് ചികിത്സിക്കാൻ ഒരുപാട് പണം വേണമായിരുന്നു. അപ്പോഴാണ് കൂടുതൽ സ്ത്രീധനം തരുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ബിന്ദുവിന്റെ വീട്ടിൽ നിന്നും കൂടുതൽ പണം തരാമെന്ന് സമ്മതിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതൊക്കെ ശരി, എന്നാൽ എന്തിനാ ബിന്ദുവിനെ കൊന്നത്? ആ പയ്യൻ തകർന്നു പോയി പറയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മുത്തശ്ശി ചെറുതായി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കത് നേരത്തെ അറിയാമായിരുന്നു, നീ ഇത് ചെയ്യാൻ സാധ്യതയില്ല. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്.
ഇപ്പൊ എല്ലാം ക്ലിയർ ആയി, നിനക്ക് പോകാം. മുത്തശ്ശിക്ക് എങ്ങനെയാണ് ആ പയ്യനല്ല ബിന്ദുവിനെ കൊന്നതെന്ന് നേരത്തെ അറിയാമായിരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ആദ്യമേ മുത്തശ്ശിക്ക് ഒരു സംശയം തോന്നിയിരുന്നു. അപ്പോൾ ആ പയ്യന്റെ അഡ്രസ്സിലേക്ക് മുത്തശ്ശി ഒരു ഊമക്കത്ത് അയച്ചിരുന്നു. നീയാണ് ബിന്ദുവിനെ കൊന്നതെന്ന് എനിക്കറിയാം, ഉടനെ നീ പിടിക്കപ്പെടും എന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. ആ കത്ത് വായിക്കുമ്പോൾ അവന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് മുത്തശ്ശി ദൂരെ നിന്ന് നിരീക്ഷിച്ചിരുന്നു. അവൻ വളരെ സാധാരണമായി ആ കത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയി. അത് വെച്ചിട്ടാണ് അവനല്ല ഇത് ചെയ്തതെന്ന് മുത്തശ്ശി ഉറപ്പിച്ചത്. ഒപ്പം ബൈക്കിൽ വന്ന് മുത്തശ്ശി ആക്രമിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. വലിയച്ഛന്റെ വീട്ടിൽ സംസാരിക്കാൻ കഴിയാത്ത സരോജ എന്ന വേലക്കാരി ഉണ്ടല്ലോ, അവരുടെ ഭർത്താവായ ജോലിക്കാരനാണ് ആ സംഭവം ചെയ്തത്. മുത്തശ്ശിയും കൊച്ചുമകളും റോട്ടിലൂടെ നടന്നു വരുമ്പോൾ അവിടെ വേലക്കാരി സരോജ വരുന്നു. സരോജയ്ക്ക് മുത്തശ്ശിയോട് ഒരു സത്യം പറയണമെന്നുണ്ട്. സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആംഗ്യഭാഷയിലൂടെ അവരത് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് മനസ്സിലാക്കാൻ മുത്തശ്ശിക്ക് കഴിയുന്നില്ല. അവിടെയുള്ള ഒരു ചെറിയ ബോൾ കയ്യിലെടുത്ത് പിങ് പോങ് ബോൾ എന്ന് അവർ ആംഗ്യം കാണിക്കുന്നു. ഇവരെന്താണ് പറയുന്നതെന്ന് മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും സരോജയുടെ ഭർത്താവ് വന്നിട്ട്, നിന്നെ ഞാൻ എത്ര നേരമായി അന്വേഷിക്കുന്നു, വാ പോവാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം വേലക്കാരി സരോജ പതിവ് പോലെ വല്യച്ഛന്റെ വീട്ടിൽ വന്ന് 2 ദിവസം ലീവ് ചോദിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ഉടനെ അവൾക്ക് തലകറക്കം വരികയാണ്. അവിടെ വീണ് സരോജ മരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് മുത്തശ്ശി ആ കാറ്ററിംഗുകാരനോട് സംസാരിക്കുകയാണ്. എന്റെ ഐസ് ബോക്സ് മോഷ്ടിച്ചാണ് അതിൽ ആ പീയുടെ ബോഡി ഇട്ടത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ ഐസ് ബോക്സിൽ ഒരുപാട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അതെവിടെ പോയി എന്ന് മുത്തശ്ശി ആലോചിക്കുമ്പോഴാണ് അത് സരോജയുടെ ഭർത്താവായ ആ വേലക്കാരൻ അവന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവനൊരു മകളുണ്ട്. ആ ഐസ്ക്രീം മുഴുവൻ അവൻ തന്റെ മകൾക്കാണ് കൊടുക്കുന്നത്. ഓ, അപ്പൊ ഇവനാണോ പിയെ കൊന്നത്? ഇവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതെന്താണെന്ന് പതുക്കെ നോക്കാം. അതിനു മുമ്പ് സരോജ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് മരിച്ചു എന്ന വിവരം ഭർത്താവായ വേലക്കാരന് ലഭിക്കുന്നു. അവൻ തകർന്നു പോവാണ്. ഹോസ്പിറ്റലിൽ വന്ന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷിക്കുന്നു. മറുവശത്ത് മുത്തശ്ശിക്കും സരോജ മരിച്ച വിവരം ലഭിക്കുകയാണ്. സരോജ വീണ സ്ഥലത്ത് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഓടക്കുഴൽ കിടപ്പുണ്ടായിരുന്നു എന്നറിയുന്നു. അപ്പോൾ ആ സംഭവത്തിനും കൃഷ്ണനുമായി എന്തോ ബന്ധമുണ്ടെന്ന് മുത്തശ്ശി ഉറപ്പിക്കുന്നു. അപ്പോഴാണ് വലിയച്ഛന്റെ വീട്ടിൽ സന്ധ്യ എന്നൊരു ചെറിയ പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നടക്കുന്ന മരണങ്ങളൊക്കെ കണ്ട് ഭയന്ന്, ഇനി എനിക്ക് ഈ വീട്ടിൽ ജോലി ചെയ്യാൻ വയ്യ, എനിക്ക് പേടിയാവുന്നു, എന്റെ ശമ്പളം തന്നേക്ക്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അവൾ പോകാൻ ഒരുങ്ങുന്നത്. ഇനിയാണ് ആ പഴയ പേപ്പർ കച്ചവടക്കാരൻ എങ്ങനെയാണ് മരിച്ചതെന്ന് വെളിപ്പെടുത്തുന്നത്. അതായത് സരോജയുടെ ഭർത്താവായ ആ വേലക്കാരനാണ് ആ പേപ്പർ കച്ചവടക്കാരന് കോഫി വാങ്ങിക്കൊടുത്തത്. ആ കോഫി കുടിച്ചതിന് ശേഷമാണ് അവൻ മരിച്ചത്. കോഫി കുടിക്കുന്നതിനിടയിൽ ബിന്ദുവിന്റെ ഡയറിയെക്കുറിച്ച് ജോലിക്കാരൻ അവനോട് ചോദിച്ചിരുന്നു. പഴയ സാധനങ്ങളൊക്കെ കിട്ടിയതിൽ ആ ഡയറി എവിടെ പോയി എന്ന് എനിക്കറിയില്ല എന്നവൻ നുണ പറഞ്ഞു. എന്നാൽ ആ പേപ്പർ കച്ചവടക്കാരൻ തന്നെയല്ലേ ഡയറി മുത്തശ്ശിക്ക് ഏൽപ്പിച്ചത്? അതിനുശേഷമാണ് അവൻ മരിക്കുന്നത് എന്നവിടെ കാണിക്കുകയാണ്. അതേസമയം വലിയച്ഛനെയാണ് കാണിക്കുന്നത്. പിയെ മരിച്ചതിന് ശേഷം ഈ വേലക്കാരനെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പലരെയും കൊന്നുകളയുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോൾ അവന് കുറച്ച് പണം കൊടുക്കുന്നത് വലിയച്ഛന്റെ ഭാര്യ വല്യമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. മുത്തശ്ശി കൊച്ചുമകളുടെയും ജേർണലിസ്റ്റിന്റെയും ഒപ്പം ഒരു ചെടിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. പോലീസുകാരിൽ നിന്ന് അറിഞ്ഞ ആ വിഷച്ചെടി ഈ നാട്ടിലുണ്ടോ, അത് ആരാണ് വളർത്തുന്നത്, എവിടെയാണുള്ളത് എന്നൊക്കെ അവർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഒരു സന്യാസി പോലത്തെ സ്ത്രീയോട് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നത്. മറ്റൊരു വശത്ത് ആ വേലക്കാരനെ കാണിക്കുന്നു. അവനൊരു മകളുണ്ടല്ലോ, അവൾ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് പാചകം ചെയ്ത് കളിക്കുകയാണ്. അവൾ വളരെ സ്നേഹത്തോടെ അച്ഛന് വേണ്ടി പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവൾ അച്ഛന് കൊടുക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ ആരോടോ ഫോണിൽ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ഇത് കണ്ട മകൾ, അച്ഛാ ഇത് കഴിച്ചുകൊണ്ട് സംസാരിക്കുക, എന്തിനാ വഴക്കിടുന്നത് എന്ന് പറഞ്ഞ് പാസ്ത കൊടുക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ഇൻസ്പെക്ടറും മുത്തശ്ശിയും ജോലിക്കാരന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. വേലക്കാരന്റെ മകൾ മാത്രമേ അവിടെ ജീവനോടെയുള്ളൂ. ആ ഭക്ഷണം കഴിച്ച ഉടനെ വേലക്കാരൻ താഴെ വീണ് മരിച്ചു പോകുന്നു. പോലീസ് വന്ന് നോക്കുമ്പോൾ അവൻ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നു. മുത്തശ്ശി ആ വീടിന് ചുറ്റും എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ആ ചെറിയ കുട്ടി പാചകം ചെയ്ത സ്ഥലത്ത് ഒരു ഇല ഇരിക്കുന്നത് കാണുന്നു. ഒരു പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന വിഷമുള്ള ഇല ഇതായിരിക്കാം എന്നവർ കരുതുന്നു. ഇപ്പൊ മുത്തശ്ശിക്ക് ആ നാട്ടിലുള്ള സന്യാസിയായ സ്ത്രീയെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു. ഈ വിവരം കൊച്ചുമകളോടും ജേർണലിസ്റ്റിനോടും പറഞ്ഞിട്ട് അവരെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു. കട്ട് ചെയ്താൽ മുത്തശ്ശി തിരികെ വന്ന് കൊച്ചുമകളോട് പറയാണ്, ഇപ്പോൾ എനിക്ക് പല സത്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. എൻ്റെ മുഴുവൻ സംശയവും ഇപ്പോൾ വലിയച്ഛൻ്റെ മേലാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണോ അതോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയാണോ ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നേരിട്ട് വലിയച്ഛനോട് പോയി ഇതൊന്നും ചോദിക്കാൻ കഴിയില്ല. വലിയച്ഛൻ്റെ ഭാര്യ വല്യമ്മയുണ്ടല്ലോ, അവരോട് പോയി നമ്മൾ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നീ അവരോട് പോയി സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് കൊച്ചുമകൾ ശുഭയെ അയക്കുന്നു. അങ്ങനെ ശുഭ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം അറിയാതെ വല്യമ്മയെ കണ്ട് സംസാരിക്കുന്നു. ഈ വീട്ടിൽ തുടർച്ചയായി പല ദുരൂഹ മരണങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചതിൽ നിന്നും നിങ്ങളുടെ ഭർത്താവാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഉറപ്പായിട്ടുണ്ട്. ദയവായി നിങ്ങൾ എന്തെങ്കിലും വാ തുറന്ന് സത്യം പറ, ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും തുടരും എന്നവൾ പറയാണ്. അപ്പോഴാണ് വല്യമ്മ പറയുന്നത്, ഇതൊന്നും ഈ കുടുംബത്തിൽ പുതിയ കാര്യമല്ല. 20 വർഷം മുമ്പും ഈ വീട്ടിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ അത് പുറത്താരും അറിയാതെ ഇവിടെ തന്നെ ഒതുക്കി തീർത്തു എന്ന് പറഞ്ഞ് 20 വർഷം മുമ്പ് നടന്ന ആ സംഭവം അവർ പറയാണ്.
വല്യമ്മയാണ്. വല്യമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി ഒരു അപകടത്തിൽ മരിച്ചുപോയ കാര്യമാണ് അവർ പറയുന്നത്. ഇത് കേട്ട് ശുഭ ഞെട്ടിപ്പോവാണ്. എന്താണ് ആ സംഭവം, മരിച്ച ആ പെൺകുട്ടി ആരാണ് എന്നതൊക്കെ അവസാനമാണ് വെളിപ്പെടുത്തുന്നത്. ശുഭ വീട്ടിലേക്ക് തിരിച്ചു വന്ന് മുത്തശ്ശിയോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വല്യമ്മയോട് സംസാരിച്ചു. അവർ വളരെ നല്ല പ്രകൃതമുള്ളവരാണ്. വീട്ടിലെന്തോ ദുരൂഹതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അത് ആരാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. എനിക്ക് കഴിക്കാൻ അവർ ഈ ഭക്ഷണവും തന്നു എന്ന് പറഞ്ഞ് ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഉടനെ മുത്തശ്ശി അത് തട്ടിത്തെറിപ്പിക്കുന്നു. ഭക്ഷണം താഴെ വീണു പോവാണ്. മുത്തശ്ശി അത് വൃത്തിയാക്കിയിട്ട് പറയാണ്, ഇതിനെല്ലാം ഒരു അന്ത്യം കുറിക്കാനുള്ള സമയമായി. നമ്മൾ രണ്ടുപേരും പോലീസിനെയും കൂട്ടി വല്യച്ഛൻ്റെ വീട്ടിൽ പോകും. അവിടെ വെച്ച് ഇതെല്ലാം എന്തിനാണ്, ആരാണ് ചെയ്യുന്നത് എന്ന് ഞാൻ വെളിപ്പെടുത്തും. അങ്ങനെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരിടത്ത് ഇരുത്തിയിട്ട് മുത്തശ്ശി വല്യച്ഛനോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. സ്വത്തിനോട് ആർത്തിയുള്ള ഈ കുടുംബത്തിൽ ഒരു സ്ത്രീയായി ജീവിക്കുക എന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ വീട്ടിലെ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വീട്ടിലുള്ള വല്യമ്മ അതിലും വലിയ വേദനയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവരിതെല്ലാം ചെയ്തത് എന്ന് മുത്തശ്ശി സത്യം തുറന്നു പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. എന്താണിത്, മുത്തശ്ശി വല്യച്ഛനാണ് കുറ്റവാളി എന്ന് പറയുന്നത് കരുതിയപ്പോൾ വല്യച്ഛൻ നല്ലവനാണെന്നും ഭാര്യ വല്യമ്മയാണ് ഇതൊക്കെ ചെയ്തതെന്നും പറയുന്നല്ലോ എന്നാർക്കും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് മുത്തശ്ശി ഈ സത്യം കണ്ടുപിടിച്ചതെന്ന് നോക്കാം. ഒരു ഊമകത്ത് വഴിയാണ് മുത്തശ്ശി ഇതെല്ലാം കണ്ടുപിടിച്ചത്. മുത്തശ്ശി വല്യമ്മയ്ക്ക് ഒരു ഊമകത്ത് അയച്ചിരുന്നു. നിങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് എനിക്കറിയാം. സത്യം പുറത്തു പറഞ്ഞാൽ നിങ്ങൾ കൈയോടെ പിടിക്കപ്പെടും എന്നായിരുന്നു അത്. അത് വായിച്ച വല്യമ്മ വല്ലാതെ പേടിച്ച് വിയർക്കുന്നത് മുത്തശ്ശി നിരീക്ഷിച്ചിരുന്നു. അത് കണ്ടിട്ടാണ് വല്യമ്മയാണ് കുറ്റവാളി എന്ന് മുത്തശ്ശി ഉറപ്പിച്ചത്. അതിനുശേഷമാണ് വല്യമ്മ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് കാണിക്കുന്നത്. ബിന്ദു തന്റെ കല്യാണം നടക്കാൻ പോവാണെന്ന സന്തോഷത്തിലിരിക്കുമ്പോഴാണ് വല്യമ്മ അവളുടെ അടുത്തേക്ക് വരുന്നത്. നിന്നെ കാണാൻ ഭയങ്കര ക്ഷീണമുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് കല്യാണമല്ലേ, അതുകൊണ്ട് ഇത് കഴിച്ച് ഉന്മേഷത്തോടെ പോയി കല്യാണത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞ് അവരൊരു ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിച്ചതും അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. അതിനുശേഷം ഒരു ജ്യൂസ് കൂടി നൽകി. ഒരു കുഴപ്പമില്ല, കല്യാണ ദിവസം എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അത് കുടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവളുടെ ശരീരത്തിൽ വിഷം കയറി മണ്ഡപത്തിൽ വെച്ച് തന്നെ അവൾ മരിച്ചു വീണത്. ഈ സംഭവത്തിൽ നമ്മൾ പിടിക്കപ്പെടില്ല എന്നാണ് വല്യമ്മ കരുതിയത്. എന്നാൽ മുത്തശ്ശി ബോഡി പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ വല്യമ്മയ്ക്ക് മുത്തശ്ശിയോട് ദേഷ്യമായി. അതുകൊണ്ടാണ് മുത്തശ്ശിയുടെ പൂച്ചയ്ക്കും അതേ വിഷം കൊടുത്തു കൊന്നത്. മുത്തശ്ശിയോട് ഈ കേസിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് കത്തയച്ചതും അവർ തന്നെയാണ്. ശരി, അപ്പോൾ PA കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും വല്യമ്മ തന്നെയാണ്. തന്റെ ഭർത്താവിനോട് PA ഭയങ്കരമായി വഴക്കിടുന്നത് അവർ കണ്ടിരുന്നു. എൻ്റെ ഭർത്താവിനോട് തന്നെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു എന്ന ദേഷ്യത്തിൽ അവർ സൂപ്പ് കൊടുക്കുന്നു. ആ സൂപ്പിലും അവർ വിഷം കലർത്തിയിരുന്നു. അവൻ മരിച്ചു വീണപ്പോൾ ബോഡി ഒളിപ്പിക്കാൻ ആ വീട്ടിലെ വേലക്കാരി സരോജയുമായും അവളുടെ ഭർത്താവുമായും പണം കൊടുത്ത് ഒരു ഡീൽ ഉറപ്പിച്ചു. അവരെ കൊണ്ടാണ് PAയുടെ ബോഡി ഐസ് ബോക്സിൽ വെപ്പിച്ചത്. ഇതെങ്ങനെ മുത്തശ്ശിക്ക് മനസ്സിലായി? മുത്തശ്ശി ആ സന്യാസിയായ സ്ത്രീയോട് പോയി അന്വേഷിച്ചില്ലേ? സംസാരിക്കാൻ കഴിയാത്ത വേലക്കാരി സരോജയാണ് എൻ്റെ അടുത്ത് നിന്നും ആ വിഷമുള്ള ചെടികൾ വാങ്ങിക്കൊണ്ട് പോയത് എന്നവർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് മുത്തശ്ശി ഓർക്കുന്നത്, അന്ന് സംസാരിക്കാൻ കഴിയാത്ത ആ വേലക്കാരി പിങ് പോങ് ബോൾ എന്ന ആംഗ്യം കാണിച്ചത് ഈ സത്യം പറയാനായിരുന്നു എന്ന്. അപ്പോൾ വല്യച്ഛൻ്റെ പെങ്ങളുടെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവന് തുടക്കം മുതലേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതും ഈ വല്യമ്മയുടെ മേൽ. വല്യമ്മ റൂമിലേക്ക് വരുമ്പോൾ, വല്യമ്മ നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ബിന്ദുവിന് ഇഷ്ടമല്ലായിരുന്നോ, സത്യം പറ എന്നവൻ ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് വല്യമ്മ അവനും ഒരു പായസം കൊടുത്ത് കഥ കഴിക്കാമെന്ന് കരുതുന്നത്. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുകയും അതിന്റെ ഗന്ധം ശ്വസിച്ചിട്ടാണ് അവൻ മരിക്കുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊലപാതക പരമ്പരകളൊക്കെ കണ്ട വേലക്കാരി സരോജയ്ക്ക് പേടിയായി. ഇവർക്ക് കൂട്ടുനിന്നാൽ ഞാനും പിടിക്കപ്പെടും എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞത്. എന്നാൽ ഇവൾ സത്യം ആരോടെങ്കിലും പറയുമെന്ന് ഭയന്ന് ആ വേലക്കാരിക്കും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി വല്യമ്മ കൊന്നുകളഞ്ഞു. വല്യമ്മ കടുത്ത കൃഷ്ണഭക്തി ആയതുകൊണ്ടാണ് ഓരോ കൊലപാതകത്തിലും കൃഷ്ണന്റെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചത്. അവസാനമായി ഈ സത്യങ്ങളെല്ലാം അറിയാവുന്നത് വേലക്കാരന് മാത്രമാണ്. അവൻ കഴിക്കാൻ വെച്ച പാസ്തയിൽ വിഷം കലർത്തി വല്യമ്മ അവനെയും കൊന്നുകളഞ്ഞു. മുത്തശ്ശി ഇതെല്ലാം വെളിപ്പെടുത്തിയ ശേഷം എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് വല്യമ്മ കരഞ്ഞുകൊണ്ട് ആ സത്യം പറയുന്നത്. കുറച്ചു നേരം മുമ്പ് കൊച്ചുമകൾ വീട്ടിൽ വന്നപ്പോൾ 20 വർഷം മുമ്പ് ഈ വീട്ടിലൊരു സംഭവം നടന്നു എന്നവർ പറഞ്ഞില്ലേ? അതെന്താണെന്ന് വെച്ചാൽ വല്യമ്മയ്ക്ക് വളരെ സ്നേഹമുള്ള ഒരു മകളുണ്ടായിരുന്നു. ആ മകൾ സിനിമയുടെ തുടക്കത്തിൽ മരിച്ച ബിന്ദുവുമായി സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വഴി വന്നൊരു കാർ വല്യമ്മയുടെ മകളെ ഇടിച്ചു തെറിപ്പിച്ചത്. ആ കാർ ഓടിച്ചത് ആരാണെന്നറിയാമോ? വധുവായ ബിന്ദുവിന്റെ അമ്മ സംഗീതയായിരുന്നു അത്. അവരന്ന് കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയമായിരുന്നു. അറിയാതെ അവർ വല്യമ്മയുടെ മകളുടെ മേൽ വണ്ടി ഇടിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എൻ്റെ മകളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ നിന്റെ മകൾക്ക് മറ്റൊരു ജീവിതം വേണമെന്നോ? ഞാൻ എന്ത് വേദനയാണോ അനുഭവിച്ചത് അതേ വേദന നിങ്ങളും അനുഭവിക്കണം. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും അത് അനുഭവിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം തിരിച്ചു നൽകാൻ തുടങ്ങിയത് എന്ന് വല്യമ്മ പറയുന്നു. ഇത് കേട്ടതും ബിന്ദുവിന്റെ അമ്മ പൊട്ടിക്കരയാണ്. അതിനു വേണ്ടിയിട്ടാണോ ചേട്ടത്തേമ്മ നിങ്ങൾ ഇങ്ങനെ പ്രതികാരം ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നീ മാത്രം ഡ്രൈവിംഗ് അറിയാതെ വണ്ടി ഓടിച്ചത് എത്രത്തോളം തെറ്റാണോ അതുപോലെ തന്നെയാണ് ഇതും. ഇതെല്ലാം നിങ്ങൾക്കൊരു പാഠമാണ് എന്ന് അവർ പറയുന്നു. അങ്ങനെ അറസ്റ്റിലായി അവരെ കൊണ്ടുപോകുന്നതോടെ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഈ കേസ് വളരെ കൂളായി മുത്തശ്ശി സോൾവ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. വളരെ രസകരമായി ഈ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ.
സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.